എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു, യേശു വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അഖിലാണ്ടത്തിന് ഉടയവനായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന്. അങ്ങനെ യേശു വസിക്കുന്ന ഒരു വ്യക്തി പിന്നെ സാധാരണ വ്യക്തി ആയിരിക്കുമോ? നമ്മുടെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും എന്നാൽ സാധാരണക്കാരെ പോലെ നമ്മൾ ആയിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ യേശു വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ അസാധാരണത്വമുള്ള വ്യക്തിയാണ്. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ഉറപ്പോടെയും സന്തോഷത്തോടെയും സകലത്തെയും നേരിടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ ദൈവദിനത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് എക്സ്ട്രാ ഓർഡിനറി ലൈഫ് എന്നാണ്. ക്രിസ്തുവിലുള്ള അസാധാരണ ജീവിതം. എന്നെ ഇത് ഒത്തിരി സ്വാധീനിപ്പിച്ച, എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്ത ദൈവിക ബോധ്യമാണ് ഞാൻ 2-4 ആഴ്ചകളായി നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചിരിക്കുന്നു. അടുത്ത വാചകം നിങ്ങൾക്കൊന്ന് ചേർന്ന് വായിക്കാൻ പറ്റുമോ? 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനല്ലോ. എത്ര പേർക്ക് ഈ വാക്യം അറിയാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വിശ്വാസത്തിൽ കുറച്ചു വളർന്ന ആളുകൾക്കെല്ലാം തൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, തൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ ധൈര്യത്തിനായി, തോൽക്കുകയില്ല എന്ന ഉറപ്പിനായി നമ്മൾ പലപ്പോഴും ഏറ്റു പറയുന്ന പ്രധാന വാക്കുകളിൽ ഒന്നാണ് എന്നിലുള്ളവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനാണ്. ഞാൻ എപ്പോഴോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കർത്താവേ, നീ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. കുറച്ചും നന്നായി പറഞ്ഞാൽ, ഞാൻ യേശുവിൽ വന്നപ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം,
അവനെ സ്വീകരിക്കുന്നവരിൽ അവനും അവർ ദൈവത്തിലും വസിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്നുവെങ്കിൽ, സ്വീകാരം എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് കൺഫസ് എന്നാണ്. യേശുവിനെ ആരെങ്കിലും ദൈവമെന്ന് ഏറ്റു പറഞ്ഞാൽ ആ നിമിഷം സംഭവിക്കുന്ന വലിയൊരു കാര്യമാണ് വേദപുസ്തകം പറയുന്നത്. ആ നിമിഷം ആ വ്യക്തിയുടെ അകത്ത് യേശു വന്നു വാസം ചെയ്യും. പൗലോസ് കുറച്ചും കൂടെ വ്യത്യാസമായി റോമർക്ക് എഴുതുന്ന ലേഖനത്തിൽ അതിൻ്റെ 8-ാം അധ്യായത്തിൽ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനെ ഉള്ളവനല്ല. ശരിക്കും പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം എന്നിൽ നടക്കുന്ന വിപ്ലവകരമായൊരു മാറ്റം. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്ന ഇത്. യേശുവിൽ വിശ്വസിക്കുന്ന സമയത്ത് എന്നിൽ വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത, സർവശക്തനായ ദൈവം, കുറച്ചും കൂടെ നന്നായി പറഞ്ഞ ഈ ലോകത്തിൻ്റെ ഉടയവൻ, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവും ആക്കിയിട്ടുള്ളവൻ, മറിയയുടെ ഉദരത്തിൽ വന്നതുപോലെ എൻ്റെ ഹൃദയത്തിൽ വന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാനത് വിശ്വസിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളിൽ യേശു വന്ന് വാസം ചെയ്തു. നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, ആമേൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-മുള്ള വാക്യങ്ങൾ വായിക്കും. ഇത് നിമിത്തം പിതാവായ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഈ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമുത്തുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പൗലോസ് പറയുക, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെന്നും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൽ വിശ്വസിച്ച ആ നിമിഷം മുതൽ ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് യാഥാർത്ഥ്യമാണോ? നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൽ വന്ന നിമിഷം മുതൽ സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്? പുതിയ നിയമം മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മളിലും നമ്മൾ ദൈവത്തിലും എന്ന ആഴമേറിയ ആത്മീയ ബോധ്യത്തില്ല, ഇൻ ക്രൈസ്റ്റ് ട്രൂത്തിലാണ് ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ പുതിയ നിയമം മുഴുവൻ നിലനിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഞാൻ യേശുവിൽ വന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു, യേശു എൻ്റെ അകത്ത് വന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അത് പലപ്പോഴും മതം പറഞ്ഞു തന്ന്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹം പറഞ്ഞു തന്ന് ഒരു ബോധ്യം മാത്രമായിട്ട് നമ്മുടെ ഉള്ളിൽ പരിണമിച്ചു പോയിട്ടില്ലേ എന്നൊന്ന് സ്വയം ഒന്ന് പരിശോധിക്കാവോ? എൻ്റെ ഉള്ളിൽ അത് വിശ്വാസ സമൂഹമല്ല, എന്നെ പഠിപ്പിച്ച നേതാക്കന്മാർ പഠിപ്പിച്ചു തന്ന ഒരു സത്യം മാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമായി എൻ്റെ തലച്ചോറിന് മനസ്സിലാകുന്ന, എൻ്റെ ഹൃദയത്തിന് മനസ്സിലാകാത്ത, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുന്നത് മാത്രമായി പരിണമിച്ചു പോയിട്ടില്ലേ നമുക്ക്? അതെന്താ ബ്രദറെ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം? ഞാൻ ചോദിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിൻ്റെ ഉടയവനാണ്. ആമേൻ. വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, നാം നമ്മുടെ ഛായയിൽ മനുഷ്യനെ ഉണ്ടാക്കാം. ആരംഭത്തിൽ സകലത്തെയും ഉണ്ടാക്കിയപ്പോൾ മുതൽ അവനുണ്ടായിരുന്നു. എബ്രായ ലേഖനം പറയുന്ന 1-ാം അധ്യായം പറയുന്നത്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായില്ല. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 18-മുള്ള വാക്യങ്ങൾ പറയുന്നത്, അവനാലാണ് ഈ കാണുന്ന സകലതും ഉളവായത്. അവൻ എൻ്റെ അകത്തു വന്ന് വാസം ചെയ്യുന്നെന്നോ. ഭയങ്കര കാര്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ ആദ്യം ചിന്തിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ ദൈവം വാസം ചെയ്യുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചാൽ മതിയോ? അവൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകുന്നു, അവൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു, അവൻ്റെ നാമത്തിൽ മരിച്ചവർ ഉയർക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, അവൻ്റെ നാമത്തിന് അത്രത്തോളം ശക്തിയുണ്ടെങ്കിൽ അവൻ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യേ ഞാൻ ഇങ്ങനെ നോർമലായ സാധാരണ ജീവിതം നടത്താൻ പറ്റുമോ? എന്നെ ഒത്തിരി 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 ചിന്തിപ്പിച്ച കാര്യം.
ജസ്റ്റിന് നിന്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നായിരിക്കും നമ്മൾ പറയുന്നേ, സംശയമില്ല. കാരണം ക്രിസ്തീയ ബോധ്യത്തിൽ നിന്ന് നമുക്കുണ്ടായ ബോധ്യം യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആരാവണമെന്ന് പറഞ്ഞ് അവൻ പറയും സകലത്തിൻ്റെയും ഉടയവനാന്ന് നീ പറയും. അവനെ കൂടാതെ ഒന്നും ഉണ്ടായില്ലെന്ന് പറയും. അവനാണ് സകലതും സൃഷ്ടിച്ചെന്ന് പറയും. സകലത്തെയും വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാക്കാണ് അവനെന്ന് പറയും. ആ വചനം ജഡമായതാണ് ക്രിസ്തു എന്ന് പറയും. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും യെസ്. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ജസ്റ്റിനെ, ഞാനിപ്പോഴും ഒരു ഓർഡിനറി ലൈഫല്ലേ ജീവിക്കുന്നത്? ഞാനിപ്പോഴും ഒരു സാധാരണ ജീവിതമല്ലേ നടത്തുന്നത്? നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട്. നാളെ എങ്ങനെ എൻ്റെ ഭാവിയാകുന്നു എന്നൊരു ചോദ്യമുണ്ട്. നാളെ എങ്ങനെ എൻ്റെ കാറിൻ്റെ ടാക്സ് അടയ്ക്കുന്നതെന്ന് ചിന്തയുണ്ട്. നാളെ എങ്ങനെ ടയറൊന്ന് മാറിയിടുന്നെന്ന് ചിന്തയുണ്ട്. നാളെ എങ്ങനെ എനിക്കൊരു വീടുണ്ടാകണമെന്ന് ചിന്തയുണ്ട്. എൻ്റെ ഉള്ളിൽ 100 ടെൻഷനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നു എന്നാണ്. സത്യത്തിൽ ഞാൻ നിങ്ങളോടൊരു വാചകം പറയാം. യേശു നിങ്ങളിൽ വാസം ചെയ്യുന്നു എന്ന് യാഥാർത്ഥ്യമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ടത് ഒരു സാധാരണ ജീവിതമല്ല, അസാധാരണമായ ജീവിതം നയിക്കണം. ആമേൻ. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കർത്താവിന് ഒരു നല്ല കൈയടി കൊടുക്കാവോ? ഒന്ന് ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? ഒന്ന് പറയാം എന്നോട് കൂടെ, എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. ആമേൻ. ഒന്നും കൂടെ പറ, എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. ഒരു സാധാരണ ജീവിതം നടത്താൻ നിങ്ങൾ പാടില്ല. കാരണം സാധാരണ ജീവിതം നടത്തുന്നത് എനിക്ക് തോന്നുന്നത് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, സർവശക്തനായ എൻ്റെ ഉള്ളിൽ ഒരുവൻ വസിക്കേ, വെളിച്ചം എൻ്റെ ഉള്ളിൽ വസിക്കേ, കർത്താവ് മുഴുവനായി എൻ്റെ ഉള്ളിൽ വാസം ചെയ്യേ, എൻ്റെ സാഹചര്യങ്ങൾ മാറുന്നില്ലെന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ എനിക്ക് സക്സസ് ഇല്ലെന്ന് പറഞ്ഞാൽ എവിടെയോ പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ ഞാൻ അവൻ എൻ്റെ ഉള്ളിൽ വന്നു എന്നത് പറയുന്നതേ ഉള്ളൂ, വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കിങ്ങനെ കഴിയാൻ കഴിയത്തില്ല. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഒന്ന് ഉറക്കെ പറയാവോ? എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ സാധാരണ ജീവിതം നടത്താൻ പറ്റത്തില്ല. ഒന്നും കൂടെ പറയാം, എൻ്റെ ഉള്ളിൽ യേശു വാസം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനൊരു സാധാരണ ജീവിതം നടത്താൻ പാടില്ല. 1-2 പേരുടെ കൈ കൊടുത്തിട്ട് പറ, യു ഹാവ് ടു ലീവ് എൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്. ഒരു അസാധാരണ ജീവിതം നടത്തണം, ഒരു അസാധാരണ ജീവിതം നയിക്കണം, ഒരു അസാധാരണ കുടുംബം നടത്തണം, ഒരു അസാധാരണ സക്സസ് ഉണ്ടാക്കണം. നീ ഈ ലോകത്തിൽ ഒരു തിളങ്ങുന്ന വ്യക്തിയാകണം. നീ ഈ ലോകത്തിൽ കർത്താവിനെ പ്രസന്റ് ചെയ്യുന്ന ആളാകണം. നീ ഈ ലോകത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല, അത് ചെയ്യണം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുകൊണ്ട് പറ, ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ്, ഒരു അസാധാരണ ജീവിതം. ഉറക്കെ പറ, ഒരു അസാധാരണ ജീവിതം. ഉറക്കെ പറ, ഒരു അസാധാരണ ജീവിതം, ഒരു അസാധാരണ ജീവിതം, അസാധാരണ ജീവിതം, അസാധാരണ ജീവിതം. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് എനിക്കൊരു അസാധാരണ ജീവിതമില്ല? എന്തുകൊണ്ട് എനിക്കൊരു അസാധാരണ ജീവിതമില്ല? നീ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് എനിക്ക് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു അസാധാരണ ജീവിതമില്ല? കർത്താവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്, ജോണെ നിനക്കൊരു കാര്യം അറിയാവോ? യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അതേപോലെ 5-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ പറഞ്ഞു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാം, കർത്താവിൻ്റെ ഉള്ളിൽ തോന്നുക, സത്യത്തിൽ യോഹന്നാൻ ലേഖനം എഴുതിയത് അവിശ്വാസിക്കല്ല, വിശ്വാസിക്കാണ്. പക്ഷെ വിശ്വാസിയോട് യോഹന്നാൻ പറയുകയാണ്, നിങ്ങളിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇതെഴുതുന്നു എന്ന് പറഞ്ഞാൽ, ആ വിശ്വാസി വിശ്വാസത്തിൽ വന്നത് തന്നെ നിത്യജീവൻ ലഭിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ വിശ്വാസിയോട് വീണ്ടും പറയുകയാണ്, നിനക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിനാണ് ഇതെഴുതുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞു, ജോണെ നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെന്നും നിന്റെ ഉള്ളിൽ ജീവനുണ്ടെന്നും നിന്റെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നു എന്നും നിന്റെ ഉള്ളിൽ ക്രിസ്തു വാസം ചെയ്യുന്നു എന്നും നിന്റെ ഉള്ളിൽ എൻ്റെ ജീവൻ വസിക്കുന്നു എന്നും നിന്റെ ഉള്ളിൽ എൻ്റെ വചനം വസിക്കുന്നു എന്നും ഏത് യാഥാർത്ഥ്യമാണെങ്കിലും ഇതെല്ലാം സത്യമായിരിക്കെ അത് എത്രത്തോളം നിന്റെ ബ്ലഡ് ലൈനിൽ വർക്ക് ചെയ്യുന്നു, അത് നിന്റെ ശരീരത്തിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, നിന്റെ അബോധ മനസ്സിൽ അത് എത്രത്തോളം സ്വാധീനിച്ചിരിക്കുന്നു, അതനുസരിച്ച് മാത്രമേ അത് നിന്നിൽ പ്രകടമാകുകയുള്ളൂ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറയാവോ? ശബ്ദയോടെ ഹല്ലേലൂയ പറയാവോ? സോളി ചോദിക്കട്ടെ, നിത്യജീവൻ എൻ്റെ അകത്തില്ലേ? ഉണ്ട്. ക്രിസ്തുവിന്റെ ജീവൻ എൻ്റെ അകത്തില്ലേ?
യേശു വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാൻ എൻ്റെ അകത്തില്ലേ? ഉണ്ട്. പരിശുദ്ധി ആത്മാവ് എൻ്റെ അകത്തില്ലേ? ഉണ്ട്. ദൈവവചനം എൻ്റെ അകത്തില്ലേ? ഉണ്ട്. എൻ്റെ അകത്ത് ആത്മീയ ബലമില്ലേ? ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏത് കാര്യത്തിലാണോ നീ ഉണരുന്നത് ആ കാര്യമാണ് നിന്നിൽ മാനിഫെസ്റ്റഡ് ആകുന്നത്. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? എനിക്ക് മനസ്സിലായത് ഇന്നത്തെ യൗവനക്കാരിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, അവർ ബൈബിൾ വായിക്കത്തില്ല, മെഡിറ്റേറ്റ് ചെയ്യത്തില്ല. പാടാൻ പറഞ്ഞാൽ പാടും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. ഇന്നത്തെ ചെറുപ്പക്കാരിലെല്ലാം വലിയ ആളുകളിലും കാണാം, അവരുടെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള വചനവുമായിട്ടുള്ള മെഡിറ്റേഷൻ ഇല്ല, അവരുടെ ഉള്ളിൽ വചനം ധ്യാനമില്ല. എൻ്റെ ഉള്ളിൽ തോന്നിയതുപോലെ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നില്ല. കാരണം ആ ചിന്തയ്ക്ക് അവരിൽ ഇടവില്ല. പുസ്തകത്തോട് അവർ ഇരിക്കുന്നില്ല. ഞാൻ വചനത്തോട് ഇപ്പം ഇരിക്കുമ്പോഴോ വചനം കേൾക്കുമ്പോഴോ എൻ്റെ ഉള്ളിലേക്ക് വന്ന ചോദ്യമായത്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ വേദപുസ്തകത്തിൽ കണ്ടെത്തിയേ. ആ കണ്ടെത്തലാണ് എൻ്റെ അകത്തേക്ക് ആ ബോധ്യം വളരാൻ തക്കവണ്ണം കാരണമായത്. ആ വളർച്ച തന്നത് ദൈവദിനം 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 എൻ്റെ അകത്തേക്ക് വരുമ്പോഴാ എന്നിൽ വളർച്ചയുണ്ടായി വരുന്നത്. എൻ്റെ ഉള്ളിൽ ക്രിസ്തു വാസം ചെയ്യുന്നു. ഒന്ന് ഉറക്കെ പറയാവോ? എൻ്റെ ഉള്ളിൽ ക്രിസ്തു വാസം ചെയ്യുന്നു. ഉറക്കെ പറയാവോ? ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറയാവോ? ക്രിസ്തു എന്നിൽ വാസം ചെയ്യുന്നു. ഒന്ന് ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? യേശു എന്നിൽ വാസം ചെയ്യുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പത്രോസ് കടന്നു പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും രോഗികളായ ആളുകളെ കൊണ്ട് കിടത്തി. എന്തിനാ പത്രോസ് നിന്റെ രണ്ട് സൈഡിലും രോഗികളായ ആളുകളെ കിടത്തിയത്? പത്രോസ് പറയും, എന്റെ നിഴലെങ്കിലൊന്നും അടിച്ചാൽ അവർ എഴുന്നേറ്റു വരുമെന്നറിയാം. അയ്യോ പത്രോസ്, നിനക്ക് എന്താ പ്രത്യേകതയുള്ളത്? പത്രോസ് പറയും, ഞാൻ മീൻ പിടിച്ചു നടന്നിരുന്ന ഒരു സാധാരണ മുക്കുവിന്, പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്ന് വെള്ളിയോ പൊന്നോ ഞങ്ങൾക്കില്ല, വേറൊന്ന് ഞങ്ങൾക്കുണ്ട്. അത് യേശുവാണ്. അത് എൻ്റെ ഉള്ളിലാണ്. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് എൻ്റെ നിഴൽ ഇപ്പോൾ എൻ്റെ നിഴലല്ല, എൻ്റെ നിഴല് ക്രിസ്തുവിൻ്റെ നിഴലാണ്. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നേരത്തെ എൻ്റെ നിഴല് തട്ടിയാലോ എന്നെ തട്ടിയാലോ ആളുകൾക്കൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ നിഴലിന് പോലും അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ നിഴൽ അത്ഭുതങ്ങൾ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസിന്റെ ഉത്തരീയം അല്ലെങ്കിൽ ഹാൻകർച്ചീഫ് കൊണ്ടിട്ട ഭൂതങ്ങൾ ആ ഹാൻകർച്ചീഫ് ആരുടേതെന്ന് തിരിച്ചറിഞ്ഞു. ഓ, എന്നെ പരിപാടിയല്ലേ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഹാൻകർച്ചീഫ് ജസ്റ്റിൻ ബ്രദർ കൊണ്ടുപോയി ഒരാളുടെ ദേഹത്ത് ഇടുമ്പോൾ ഹാൻകർച്ചീഫ് ആരുടേതാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകണമെന്നില്ല. പക്ഷെ വീണപ്പോൾ ആ വ്യക്തിയുടെ മുകളിലുള്ള ദുരാത്മാവ് പറഞ്ഞു, ഇത് പൗലോസിൻ്റെതാണ്, ഇത് പൗലോസിൻ്റെതാണ്. ഐ നോ ഹിം വെരി വെൽ. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ചോദിക്കാം, പൗലോസെ എങ്ങനെയാ അത് തിരിച്ചറിഞ്ഞത്? അവൻ പറയും, പൗലോസിൽ വ്യാപരിച്ച ക്രിസ്തുവിന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാണ് ആ ദുരാത്മാവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കാരണമാക്കിയത്. ക്രിസ്തു നിങ്ങളിൽ വാസം ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ട്രൂ തിങ്. അത് യാഥാർത്ഥ്യമാണ്. എല്ലാം അറിയാന്തല്ലേ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ കർത്താവേ കർത്താവേ, എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു, എന്നിട്ടും എനിക്ക് എന്താ എക്സ്ട്രാ ഓർഡിനറി അല്ലാത്തത് ചെയ്യാൻ പറ്റാത്തത്? സ്വർഗ്ഗനോട് പറഞ്ഞു, ക്രിസ്തു വചനം ജഡമായി തീർന്നതാണ്. വചനം ജഡമായി തീർന്നു, മാംസം ധരിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യരൂപം ധരിച്ചു ഈ ഭൂമിയിൽ വസിച്ചു. Word, God designed the word of God like a man. വചനത്തെ ഒരു മനുഷ്യനെ പോലെ ദൈവം ഡിസൈൻ ചെയ്തു. അതായിരുന്നു ദൈവം യേശുവായി ഭൂമിയിൽ വെളിപ്പെട്ടത്. കർത്താവേ, ഞാൻ ചോദിച്ചു, അതിന്റെ അർത്ഥം എന്താ? സ്വർഗ്ഗം എന്നോടൊരു വാചകം പറഞ്ഞു, ജോണേ, നീ ബൈബിളിനോടൊപ്പം ഇരിക്കുമ്പോൾ, നീ ബൈബിളിനോടൊപ്പം ഇരിക്കുമ്പോൾ, നീ വചനത്തോടൊപ്പം ഇരിക്കുമ്പോൾ, നീ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, നീ വചനം ധ്യാനിക്കുമ്പോൾ, നിനക്കൊന്നും മനസ്സിലായാലും ഇല്ലെങ്കിലും നീ ധ്യാനിക്കുന്നത് ക്രിസ്തുവിനെയാണ്. നീ ധ്യാനിക്കുന്നത് ക്രിസ്തുവിനെയാണോ? എനിക്കൊരു അഭിഷേകം അറിയാം കേട്ടോ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് എന്നിലൂടെ യേശു മാനിഫെസ്റ്റഡ് ആകണം. കർത്താവ് എന്നിൽ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, യേശു തൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് തൻ്റെ അടുക്കൽ വന്നവരെല്ലാം സൗഖ്യമാക്കി, കടലിന് മുകളിലൂടെ നടന്നു. എന്താണോ
അത്ഭുതമെന്ന് പറയുന്നത്, മനുഷ്യൻ അത്ഭുതമെന്ന് പറയുന്നത് അതിലെല്ലാമായിരുന്നു യേശു. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നുവെങ്കിൽ എക്സ്ട്രാ ഓർഡിനറിയായ ചിലത് എൻ്റെ ലൈഫിലും മാനിഫെസ്റ്റഡ് ആകുമെന്ന ആ ബോധ്യത്തിലാണ് നമ്മളായിരിക്കേണ്ടത്. കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു സാധാരണ വ്യക്തിയല്ല, എക്സ്ട്രാ ഓർഡിനറിയായ ചിലത് എന്നിൽ മാനിഫെസ്റ്റഡ് ആകണം. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടും അങ്ങനെ നിങ്ങളായിരിക്കുവാനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എക്സ്ട്രാ ഓർഡിനറി ലൈഫിലായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. സിസ്റ്റർ പേര് ശോഭ എന്നാണ്. അരിമാനൂർ എന്ന സ്ഥലത്ത് നിന്ന് സിസ്റ്റർ വരുന്നത്. അരിമാനൂർ അല്ലേ? ഓക്കെ. ഈ സിസ്റ്ററിന് 2-3 മാസമായിട്ട് കൈ പൊക്കാൻ പറ്റാത്തത്ര വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിലോട്ട് തിരിക്കാനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി സിസ്റ്റർ ഭാരപ്പെടുമായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്താഴ്ച ബ്രദർ ഫ്രണ്ടിലോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൈമുട്ട് വേദനയുള്ളവർ, കാലിന് വേദനയുള്ളവർ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. സിസ്റ്റർ അങ്ങനെ വിശ്വാസത്തോടെ കടന്നു വന്നു. അന്ന് തൊട്ട് വേദനയൊന്നുമില്ല, പൂർണ്ണമായിട്ട് എല്ലാ ജോലിയും ചെയ്യാമെന്ന് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. 10 ലക്ഷം രൂപ കടഭാരം ഉണ്ടായിരുന്നു. പക്ഷേ സിസ്റ്റർ പറയുന്നത് സിസ്റ്റർ വിചാരിച്ചാൽ മാറാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള ഭാരമായിരുന്നു അത്. പക്ഷേ സിസ്റ്റർ പറഞ്ഞ സൂപ്പർ നാച്ചുറലായിട്ട് ആ കടഭാരം ഫുള്ളും മാറിപ്പോയി. എങ്ങനെയാ കടം തീർന്നതെന്ന് പറയണ്ട, പക്ഷേ 10 ലക്ഷം രൂപ കടം തീർന്നു. കടമായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ 2ാമത്തെ നിലയിൽ നിന്ന് വീണ്. അങ്ങനെ 2019 ഞങ്ങൾ ഇവിടെ വരുന്നത്. അതുമുതൽ എങ്ങനെ മാറിയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എല്ലാ കടവും മാറി നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു സ്ഥിതിയും വന്ന് ഒന്നിനും ഒരു കുറവുമില്ല. ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. എങ്ങനെ മാറിയെന്ന് അറിയത്തില്ല, തീർന്നു, വഴികളും തുറന്നു. ആമേൻ. ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നു. എഴുന്നേറ്റ്. പത്രോസ് ചേട്ടൻ ആ സമയത്താണ് താഴെ വീഴുകയൊക്കെ ചെയ്തത്. ഓക്കെ, പറഞ്ഞേട്ടെ. അതുപോലെ തന്നെ സിസ്റ്റർ പറയുന്നത് ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു സിസ്റ്ററിന്. എല്ലാ മാസം പീരീഡ്സ് ആകുമ്പോൾ ഹോസ്പിറ്റലാവുന്ന സിസ്റ്റർ പറയുന്നത്. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്ന സിസ്റ്റർ സാക്ഷി. ആമേൻ. കൈയടിച്ചൊരു ആമേൻ പറയാം. ആമേൻ. താങ്ക് യു വെരി മച്ച്. ബ്രദറെ, കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറിയ, തൻ്റെ ലൈഫിൽ നിറവേറിയ അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ പേര് സുമ, കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആകെ തകർന്ന് ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി വിഷമത്തിലായിരുന്നു സിസ്റ്റർ ആയിരുന്നത്. ആ സമയം ബ്രദർ സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കർത്താവ് നിന്റെ ലൈഫിലേക്ക് വലിയ നന്മകൾ ഒരുക്കാൻ പോവുകയാണ്, നീ രാജ്യങ്ങൾ തോറും സഞ്ചരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിസ്റ്റർ പറയുന്നത് കഴിഞ്ഞ 7 വർഷമായിട്ട് താൻ അബുദാബി, ദുബായ്, ഒമാൻ, മസ്കറ്റ്, മലേഷ്യ തിരിച്ചു വന്നതേ ഉള്ളൂ. ഓക്കെ, പറ. അത്രയും സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സിസ്റ്ററിന്റെ ലൈഫിൽ തകർന്ന അവസ്ഥ മാറിയിട്ട് വലിയ ബ്ലെസ്സിങ് ഉണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 8 വർഷത്തോളമായിട്ട് തൻ്റെ ഷോൾഡർ തേയ്മാനത്തെ തുടർന്ന് വിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബ്രദർ ഇവിടെ ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ ഇന്ന് കർത്താവ് മാറ്റുവാണ്, അനേകരെ സൗഖ്യമാക്കുവാണെന്ന് പറഞ്ഞു. സിസ്റ്റർ അത് വിശ്വസിച്ചു. സിസ്റ്ററോടും ദൂത് പറഞ്ഞു. എന്റെ വിശ്വാസം എന്നെ തന്നെ വിളിച്ചത് വിളിച്ചു ദൂത് പറഞ്ഞായിരുന്നു. ഓക്കെ, അത് ലൈവിൽ കണ്ട ആളുകളും കണ്ടു കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. അന്ന് തന്നെ സിസ്റ്ററിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി കർത്താവ് സൗഖ്യമാക്കി എന്നാണ് പൂർണ്ണമായിട്ട് മാറിയോ? മാറി പൂർണ്ണമായിട്ട്. 8 വർഷമായി തലയണ വെച്ച് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. തലയണ വെക്കത്തില്ല, അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമായിരുന്നു. അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസമേ ചെയ്തോളൂ. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ബ്രദർ വിളിച്ചു, ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നു, ഫ്രണ്ടിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ജോലി ചെയ്യാൻ പ്രയാസം ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നിനും പറ്റത്തില്ലായിരുന്നു. വലത് കൈ അടിക്കുന്നെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ടുള്ള അവസ്ഥയിലായിരുന്നു. കർത്താവ് സൗഖ്യമാക്കി. ഇപ്പൊ സൗഖ്യമാക്കി. ഈ തേയ്മാനം ഉണ്ടെന്നുള്ള തെളിവ് ഉണ്ട്, എക്സ്റേ ഉണ്ട്. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുവരാം. നല്ല കാര്യം, അടുത്ത ആഴ്ച കൊണ്ടുവന്ന സാക്ഷ്യപ്പെടുത്തിയാണ്. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഓഗസ്റ്റ് 14 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി.
സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അത് സാധാരണമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതം സാധാരണമാണ്. മിറക്കിൾസ് ആർ നോർമൽ. നിങ്ങളിലും അത്ഭുതങ്ങൾ സാധാരണമാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സാധാരണമാകട്ടെ. ഇവരോരോരുത്തരും അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ. അതൊരു സാധാരണ കാര്യമായി ഇവരുടെ ലൈഫിലുടനീളം അത് അനുഭവിക്കട്ടെ. ഉടനീളം അത് അനുഭവിക്കട്ടെ. ഉടനീളം അത് അനുഭവിക്കട്ടെ. ക്രിസ്തു ഇവരുടെ ഉള്ളിൽ വസിക്കുന്നു, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചിലത് ചെയ്യുവാൻ തക്കോണം, ചിലത് പറയുവാൻ തക്കോണം, ചിലതിനോട് കൽപ്പിക്കുവാൻ തക്കോണം. മനുഷ്യർക്ക് നടപ്പില്ല എന്ന് പറയുന്ന ചില മേഖലയിൽ എക്സ്ട്രാ ഓർഡിനറിയായി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കോണം. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങാക്കുന്നോർത്ത് നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചാട്ടെ. വയറ്റിൻ്റെ ഒരു സൈഡിൽ ഹെർണിയ പോലെ പൊങ്ങി നിൽക്കുന്ന മുഴയാണോ എനിക്കറിയത്തില്ല, മുഴ പോലെയാണ് അത് പൊങ്ങി നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ. അവിടുത്തെ അത്ഭുതകരം ചലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. അതേപോലെ തന്നെ ചില കാര്യങ്ങളോട് അലർജിയാണ്. ചില വസ്ത്രങ്ങളോട്, ചില ഇരുടുന്ന ആഭരണങ്ങളോട് അലർജിയായിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചൊറിഞ്ഞു പൊട്ടുന്ന പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ഇരുട്ടിൻ്റെ ബലമടയട്ടെ. ഇരുട്ടിൻ്റെ ബലമടയട്ടെ. കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, ഈ കുടുംബങ്ങളിലെല്ലാം കർത്താവിൻ്റെ അത്ഭുതങ്ങൾ സാധാരണമാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി സാധാരണമാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം അത്ഭുതങ്ങളിൽ സാധാരണമായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.